ഹലോ എവ്രി വൺ, എല്ലാവർക്കും ക്രിസ്റ്റൽ എജ്യു ഹാബിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ UGC നെറ്റ് പേപ്പർ 1 മോസ്റ്റ് ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആയ മാത്തിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇത് ക്വസ്റ്റ്യൻ വരുന്നത് റേഷ്യോ അനാലിസിസിലെയാണ്. ഇത് നമുക്ക് നമ്പർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം, കാരണം LCM HCF ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോ മാത്തിലെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ അതിലുള്ള ടോപ്പിക്സുകൾ തമ്മിൽ നല്ല രീതിയിൽ കണക്ഷൻ ഉണ്ട്. ആവറേജിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പെർസെൻറ്റേജ് കണക്ട് ചെയ്തിട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഫ്രാക്ഷൻ കണക്ട് ചെയ്തിട്ട് ചെയ്യാം, ഫ്രാക്ഷൻ കണക്ട് ചെയ്തിട്ട് പെർസെൻറ്റേജിലും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ ടോപ്പിക്സും പരസ്പരം കണക്ഷൻ ഉണ്ട് എന്നുള്ള, അതിനാണ് നമ്മൾ ആ ഓർഡറിൽ പഠിക്കണം എന്നും കൂടി പറയുന്നത്. നമ്മുടെ പഠിത്തം കുറച്ചുകൂടി ഈസി ആയിട്ട് പോവാനും നമുക്ക് പെട്ടെന്ന് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനും അതിന്റെ ആ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ റേഷ്യോ ഓഫ് ത്രീ നമ്പേഴ്സ് ഈസ് 3:5:7 and their LCM is 840. The smallest number is, അപ്പൊ പറഞ്ഞിരിക്കുന്ന 3 നമ്പറിന്റെ റേഷ്യോ ഇതിൽ തന്നിട്ടുണ്ട്. 3:5:7 തന്നിട്ടുണ്ട്. അതിന്റെ LCM എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ലോവസ്റ്റ് ആയിട്ടുള്ള ഈ നമ്പേഴ്സിന്റെ ഏറ്റവും ചെറിയ കോമൺ ഫാക്ടർ ആണ്. LCM എന്ന് പറയുന്നത് ലോവസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സെയിം ഇതിലാണ് HCF എന്ന് പറയുന്നത്. LCM ഉം HCF പറയുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് വരുന്നത്. അപ്പൊ LCM എന്ന് പറയുന്നത് ഈ 3 റേഷ്യോകളാണ് നമ്പേഴ്സ് എല്ലാം. ഈ 3 റേഷ്യോകളിലെയും ആ നമ്പേഴ്സിന്റെ LCM ആണിത്. നമ്മളോട് ചോദിച്ച ഏറ്റവും ചെറിയ നമ്പർ ഏതാന്നാ ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഈ നമ്പേഴ്സിന്റെ HCF കണ്ടിട്ട് നമ്മളത് ഈ ഒരു ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ഈ റേഷ്യോയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ 3 റേഷ്യോകൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് 3x എന്നും 5x എന്നും അതുപോലെ 7x എന്നും എടുക്കുക. നമുക്ക് ഇതിന്റെ LCM എന്ന് പറഞ്ഞിട്ടുള്ളത് 840 തന്നിട്ടുണ്ട്. സോ ഇത് 3ഉം ഇൻഡു ചെയ്യുന്നതാണ് LCM എന്ന് പറയുന്നത്. അതായത് ഒരു നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സുകൾ തമ്മിൽ ഇൻഡു ചെയ്യുന്നതാണ് LCM എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 ആണ്. 35 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 35 ഇൻറ്റു 3 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അറിയാം, നിങ്ങൾ കാൽക്കുലേഷനും കൂടി ഒന്ന് ഫാസ്റ്റ് ആക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 105 എന്ന് കിട്ടും. 105 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഈ 105 എന്ന് പറയുന്നത് 105x ആണ് നമുക്ക് തന്നിട്ടുള്ള 840 എന്ന് പറയുന്നത്. 840 എന്ന് പറയുന്നത് 105 ആണ്. എന്നിട്ട് ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഹരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ കറക്റ്റ് ഒരു ഫാക്ടർ കിട്ടും. 840നെ നമ്മൾ 105 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക? 8 ആണ് കിട്ടുക. അപ്പൊ x എന്ന് പറയുന്നത് 8. ഈ x ഉദ്ദേശിച്ചത് HCF ആണ്. h എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോ HCF LCM തമ്മിലുള്ള ഒരു ഡിഫറൻസ് കൂടി ഈ കൂടുതൽ പറയാം. LCM എന്ന് പറയുന്നത് 2 നമ്പേഴ്സിന്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 12ന്റെയും 8ന്റെയും LCM ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ഫാക്ടേഴ്സ് എല്ലാം ഇൻഡു ചെയ്തതാണ് LCM. അപ്പൊ ഇതിന്റെ LCM എന്ന് പറയുമ്പോൾ 36 ആണ്. നമ്മോട് ചോദിക്കുകയാണ് ഈ 12ന്റെയും 8ന്റെയും HCF എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഇവരെ ഫാക്ടേഴ്സിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പർ ആണ് HCF. ഹയസ്റ്റ് നമ്പർ ഓഫ്കോഴ്സ് ഇതിൽ എന്തായാലും 6 ആയിരിക്കും. അപ്പൊ 6 ആണ് ഇതിന്റെ HCF. സോ അതുപോലെ തന്നെയാണ് ഇതില് നമുക്ക് ഇത് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇതിന്റെ ഹയസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കും 8. അതാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോ നമുക്ക് HCF വെച്ചിട്ട് ഇത് കണ്ടാൽ മതി. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? സ്മോളസ്റ്റ് നമ്പർ ആണ്. അപ്പോ നമുക്ക് സ്മോളസ്റ്റ് ആയിട്ടുള്ള നമുക്ക് കണ്ടാൽ 3 ആണ്. അപ്പൊ 3 ഇൻറ്റു 8 എത്രയാണ്? 24. അപ്പോ നമുക്ക് ഓപ്ഷൻ 2 ആണ് ആൻസർ കിട്ടുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾ ഈ രീതിയിൽ ചെയ്താൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് HCF എന്താന്നാ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള റേഷ്യോകൾ തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് അതിനെ LCM കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് HCF കിട്ടും. ഇനി നമ്പേഴ്സ് ആണ് ചോദിക്കരുത്, ആ റേഷ്യോകൾ തമ്മിൽ HCF റേഷ്യോനെ ഇൻറ്റു ചെയ്താൽ മതി. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു.
ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാത്സ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് പ്രാക്ടീസിലൂടെ മനസ്സിലാവാനും ബുദ്ധിമുട്ടാണ്. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസിലൂടെ ഇത് നമ്മുടെ സ്പീഡ് ഫാസ്റ്റ് ആക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. സോ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മുടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. വെറും 99 രൂപയേ ഉള്ളൂ. നമ്മുടെ ഫുൾ കോഴ്സിന്റെ കാര്യമാണ് ഇത്. 2000 സംതിങ്ങിന് നമ്മൾ കൊടുത്തിരുന്ന ഒരു കോഴ്സ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ വെറും 99 രൂപക്ക് നമ്മുടെ ആപ്പിൽ കാണാൻ പറ്റും. അതിൽ 20 ബേസിക് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതായത് ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും അതിൽ വരിക. 20 ടോപ്പിക്കിന്റെ 1 വർഷം വരെ വാലിഡിറ്റി വരുന്നുണ്ട്. ഇത് നമ്മുടെ ക്രിസ്റ്റൽ എഡ്യു ഹബിന്റെ ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൾ സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. നിങ്ങൾക്ക് വെർത്ത് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ്. നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. ഇതിന്റെ കോഴ്സ് ആപ്ലിക്കേഷൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.